കുമാരി ഫാത്തിമ. ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഒരു ആശ്വാസമായി മാറി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പം പൊതുവിലെടുക്കാറുള്ള നിലപാട് ബോധവൽക്കരണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ മറന്നു പോകുമ്പം ഇത് ഒരു വലിയ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ ദൗത്യം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. സർ, പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ ഇത്തരത്തിൽ ബോധവൽക്കരണവും പരിശോധനയും ഒക്കെ നടത്തുമ്പോൾ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾ, അതായത് ഗേറ്റുകൾ, സീപോർട്ടുകൾ, എയർപോർട്ടുകൾ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏത് രൂപത്തിലുള്ള പരിശോധനയാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് കൊച്ചിൻ സീപോർട്ടിൽ മെത്താംഫെറ്റമൈൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിക്കപ്പെട്ടപ്പോൾ അത് പരസ്യമായി ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുക്കളെ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിർലോഭം ആളുകൾക്ക് സൗജന്യമായി അതെടുത്ത് കൊണ്ടുപോകാനുള്ള രൂപത്തിൽ, പാകപ്പെട്ട രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ച് നോക്കുമ്പം പല കേസുകളിലും NDPS കോടതികളിലേക്ക് എത്തുമ്പം പിടിക്കപ്പെട്ട ക്വാണ്ടിറ്റിയും അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ആ സമയങ്ങളിലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കേസുകളിൽ എങ്ങനെയാണ് സാധാരണക്കാർക്കോ മാധ്യമപ്രവർത്തകോ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല, പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ ഏത് രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രോട്ടോകോൾ നൽകിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട പേരാമ്പ്ര മെമ്പർ വളരെ പ്രസക്തമായ ഒരു രണ്ട് കാര്യങ്ങളാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന് സാർ, നമ്മൾ ഇത് തടയാൻ ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും വ്യാപകമായ തോതിൽ, അത് ട്രെയിനിലൂടെയും വ്യാപകമായ തോതിലാണ് ഈ മയക്കുമരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് കേന്ദ്ര ഏജൻസികൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കേന്ദ്ര ഏജൻസികളുടെയും യോഗം വിളിച്ചു കൂട്ടി അവരും കേരള പോലീസും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സംയുക്തമായ നിലയിലുള്ള റെയ്ഡുകളും സംയുക്തമായ വിവരങ്ങൾ കൈമാറലും അതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിനകത്ത് ഇൻ്റലിജൻസ് സംവിധാനവും കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള അത് സെൻട്രൽ ഏജൻസികളെല്ലാം സഹായിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. കടലിലൂടെ, ഏറ്റവും പ്രധാനമായി വരുന്ന കടലിലൂടെ, ട്രെയിനിലൂടെ, വിമാനമാർഗം ഇതെല്ലാം കടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ചില മയക്കുമരുന്നുകൾക്ക് ടാക്സും ഇല്ല, ഒന്നുമില്ല, നിരോധനവുമില്ല. ഹൈബ്രിഡ് ഗഞ്ച പല രാജ്യങ്ങളിൽ നിന്നും അത് ഉപയോഗിക്കാം. അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച് പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ വന്ന് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ബർമയിൽ നിന്ന് വന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് സാർ ഇത് വന്നുകൊണ്ട്, ഇത് സോഴ്സ് വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ലുക്രേറ്റീവായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്, പിടിക്കുന്ന ക്വാണ്ടിറ്റിയും കോടതിയിലെത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ അത് കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശന നടപടി എടുക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ആ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തിൻ്റെ ഒരു അപാകതയെക്കുറിച്ച് പല ചർച്ചകളിലായിട്ട് വന്നിട്ടുണ്ട്. ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ചില പരിമിതികളുമുണ്ട്, കാരണം സെൻട്രൽ ആക്റ്റാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പോരായ്മകൾ ഉണ്ട് എങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ ടേക്കപ്പ് ചെയ്ത് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിക്കരുത്. സർ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അത് പറഞ്ഞാണ് സാർ. MP-മാരുടെ യോഗം ഇനിയും പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് എന്തായാലും ഗവൺമെൻറ് വിളിച്ചു കൂട്ടും. സാർ, ഞാനിവിടെ നേരത്തെ പറഞ്ഞതാണ്, MP-മാരുടെ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിക്കും, NDPS ആക്ടിന് ഭേദഗതി ഉണ്ടാകണം, പഴയ കാലമല്ല. ഇന്ന് വ്യാപകമായി, കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, സാർ ജമ്മു കാശ്മീരിൽ അവിടുത്തെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചിറങ്ങിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഹണ്ട് നടത്തിയത്. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം
ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങ് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തും. എം പിമാരോട് ഞങ്ങൾ ആവശ്യപ്പെടും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതല്ലാതെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ആക്ടിൽ ഭേദഗതി വരുത്താനോ ഒന്നും ചെയ്യില്ലെന്ന് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്.